കേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കൂലേ? എനിക്കും കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ പൂതി വരുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കഴിക്കും. അല്ല പിന്നെ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് ഇതുപോലെ കുരു കളഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കളറാകുന്ന വരെ ഒന്ന് വെക്കുക കേട്ടോ. ലോ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ചിട്ട് ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാതെ നോക്കണേ. അതിലേക്ക് ഒരു അരക്കപ്പ് മുതൽ 3/4 കപ്പ് വരെ പച്ചവെള്ളം ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ സമയം കൊണ്ട് നമ്മൾ ഈത്തപ്പഴയുടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. ഏകദേശം കുറച്ചൊന്ന് തണുത്തോട്ടെ. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടല്ലേ. ഇനി നമുക്ക് ഒരു 3 മുട്ട എടുത്തിട്ട് ബീറ്റാക്കി കൊടുക്കുക. ഇനി ഇത് നല്ല ഫ്ലഫി ആയി വന്നാൽ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഡ്രോപ്സ് വാനില എസൻസും കൂടി ഇട്ടിച്ചു കൊടുക്കുക. നമ്മൾ അരക്കപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരക്കപ്പ് ഇതിലേക്കും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ മധുരമൊക്കെ കറക്റ്റായിരിക്കും. ഇത് ഏകദേശം 1 മിനിറ്റൊക്കെ ഒന്ന് അടിച്ചതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫസ്റ്റിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ബീറ്റാക്കി എടുക്കുക. അതിന് ശേഷമാണ് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും അതുപോലെ തന്നെ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. ഫസ്റ്റിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ കുറച്ച് സമയം. ഇനി നമുക്ക് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇത് സീവ് ചെയ്തിട്ട് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. 1/4 കപ്പ് അളവിൽ മൈദ, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, 2 തവണയായിട്ട് കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ, വേവിച്ച് വെച്ചിട്ടുള്ള അത് ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡാക്കി കൊടുക്കുക. ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആയിട്ടാകുമ്പോൾ നമ്മൾ ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒന്നും വേണ്ട. അപ്പം ഞാനിതൊരു 140 ഡിഗ്രിയിൽ 30 മിനിറ്റ് കുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി വെക്കൂലേ ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് മിസ്സിസ് കണ്ണൂർ ഫോളോ ആക്കുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.